ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് പവർ പോയിന്റിനകത്തെ കുറച്ച് ഫാക്റ്റുകളാണ് നോക്കുന്നത്. നമ്മൾ കൂടുതലും വേർഡും എക്സലും ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പവർ പോയിന്റിൻ്റെ ക്ലാസ്സസ് കുറവാണെന്ന് തോന്നി. സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ പവർ പോയിന്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫാക്റ്റുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് ടൈപ്പിസ്റ്റ്, ട്രേഡ്സ്മാൻ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് കുറച്ച് ഫാക്റ്റുകൾ നോക്കുകയാണ്. അതായത് തിങ്സ് യു മസ്റ്റ് സ്റ്റഡി ബിഫോർ എക്സാം എന്നുള്ളൊരു സീരീസ് നമ്മൾ വേർഡിലും എക്സലിലും പവർ പോയിന്റിലും നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എക്സൽ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് എക്സലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേർഡിൻ്റെയും കുറച്ച് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ള പവർ പോയിന്റിൻ്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ആ ക്ലാസ്സസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. എക്സാമിന് തൊട്ട് മുമ്പ് അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരും. കഴിഞ്ഞുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഈ പറഞ്ഞ ഞാൻ ഈ മെൻഷൻ ചെയ്ത ക്ലാസ്സസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ വേണം എന്നുള്ളവർ പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പവർ പോയിന്റിനകത്തെ ഫാക്റ്റാണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും വരുന്ന 2-3 ദിവസങ്ങളിലായിട്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ മാക്സിമം അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലാസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് നിങ്ങൾ എത്രത്തോളം എജു വാലിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം പറയുന്നത് നമ്മൾ ഒരു ലോങ് ഇൻ്റർവെല്ലിന് ശേഷമാണ് പിന്നെയും ക്ലാസ്സസിലേക്ക് തിരിച്ച് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് നമ്മളെ പിന്നെയും ക്ലാസ് എടുക്കാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും കമൻറ്റിലും അല്ലാതെയൊക്കെ എന്നെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. സോ നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് പവർ പോയിന്റിൻ്റെ ഫാക്റ്റുകളാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആ ഒരു 10 പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക. അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫയൽ ഓഫ് MS പവർ പോയിന്റ് ഈസ്. വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ നമുക്കറിയാം. വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ എന്തായിരുന്നു? winword.exe എന്നുള്ളതാണ് വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ. എക്സലിൻ്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് excel.exe എന്ന് തന്നെയാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് പവർ പോയിന്റിൻ്റെ സ്റ്റാർട്ട് ഫയലാണ്. പവർ പോയിന്റിൻ്റെ ഓർക്കുക, പവർ PNT കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. പവർ PNT എന്നുള്ളതാണ് സ്റ്റാർട്ട് ഫയൽ വരുന്നത്. അതാണ് നമ്മളുടെ ഐക്കൺ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ഫയലാണ്. ആ ഫയലിൽ ഓർത്തിരിക്കുക. വേർഡിൻ്റെ ഇത് എന്താണ്? winword ആണ് വേർഡിൻ്റെ. .exe എന്നുള്ള എക്സ്റ്റൻഷനും കൂടെ ഓർത്തിരിക്കുക. ഞാനത് എഴുതുന്നില്ല. എക്സലിൻ്റെ വരുന്നത് എക്സൽ എന്ന് തന്നെയാണ്. പവർ പോയിന്റിൻ്റേത് പവർ PNT. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഫാക്റ്റാണ് നമ്മൾ മൂന്നും കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫയൽ ക്രിയേറ്റഡ് യൂസിങ് പവർ പോയിന്റ് ഇസ് നോൺ ആസ് എ പ്രസൻറ്റേഷൻ. അതായത് പവർ പോയിന്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫയലിനെ നമ്മൾ എന്താ പറയുന്നത്? ഡോക്യുമെൻ്റ് എന്നാണ് പറയുക. ഞാൻ ഫുൾ എഴുതുന്നില്ല. ഡോക്യുമെൻ്റ് എന്നാണ് പറയുക. എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ എന്താ പറയുന്നത്? വർക്ക് ബുക്ക് എന്നാണ് പറയുക. അല്ലേ? ക്ലിയർ? വർക്ക് ബുക്ക്. ഓക്കെ, കുറേ നാളായിട്ട് എഴുതിയിട്ട് ശീലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. സ്പീഡ് കൂട്ടിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നു. വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുക. കമ്പയർ ചെയ്ത് പഠിക്കുക. സൈഡിലൊക്കെ കളർ പെന്നൊക്കെ വെച്ച് എഴുതി വയ്ക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇത്. എക്സാമിന് ഏതെങ്കിലും ഭാഗങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡീഫോൾട്ട് ഫയൽ നെയിം. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം വന്നിട്ട് എന്താണ്? പ്രസൻറ്റേഷൻ 1 ആണ്. ഇവിടെയോ വേർഡിൻ്റെ കേസിൽ ഡോക്യുമെൻ്റ് 1 ആണ്. അടുത്തതാണ് എല്ലാവരും തെറ്റിക്കുന്നത്. വേർഡിൻ്റെ കേസിലാണെങ്കിൽ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് 1 ആണ്. എക്സലിൻ്റെ കേസിൽ എന്താണ്? ബുക്ക് 1 എന്നുള്ളതാണ്. ഇതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും
പിന്നെയും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും കൂടെ ആണ് പറയുന്നത്. സോ ഡീഫോൾട്ട് ഫയൽ നെയിം ക്രിയേറ്റഡ് ബൈ എ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഈസ് എന്താണ്? പ്രസന്റേഷൻ 1 എന്നുള്ളതാണ്. വേർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് 1 ആണ്. എക്സൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ബുക്ക് 1 ആണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ക്ലിയർ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻഡിവിജ്വൽ പേജസിൻ്റെ പ്രസൻറ്റേഷൻ ഈസ് നോൺ ആസ് എന്താണ്? സ്ലൈഡ്. ഒരു പ്രസൻറ്റേഷനകത്തെ ഇൻഡിവിജ്വൽ പേജിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുക. വേർഡിനകത്ത് നമ്മൾ അതിനെ പേജ് എന്ന് തന്നെയാണ് പറയുക, പേജ് എന്നാണ് പറയുക. എക്സലിനകത്ത് നമ്മൾ ഷീറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ പോയിന്റിൻ്റെ 4 കേസസ് ആണ് നമ്മൾ കണ്ടത്. സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് പവർ പോയിന്റിൻ്റേത് പവർ pnt.exe എക്സ്റ്റൻഷൻ അവിടെ കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എക്സ്റ്റൻഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ഫയൽ അല്ല. .exe എന്ന് പറയുന്നത് എന്താ? എക്സിക്യൂട്ടബിൾ ഫയൽ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് .exe. സോ പവർ പോയിന്റിൻ്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? പവർ pnt.exe എന്നുള്ളതാണ്. വേർഡിൻ്റേത് winword.exe എന്നുള്ളതാണ്. എക്സലിൻ്റേതോ excel.exe എന്നുള്ളതാണ്. ഇനി ഫയൽ ക്രിയേറ്റഡ് യൂസിങ് പവർ പോയിന്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? പ്രസന്റേഷൻ എന്നാണ് പറയുക. വേർഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ ഡോക്യുമെന്റ് എന്നാണ് പറയുക. എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുക. ഇനി ഡിഫോൾട്ട് ഫയൽ നെയിംസ് ആണ് പറഞ്ഞത്. പവർ പോയിന്റിന്റെ ഡിഫോൾട്ട് ഫയൽ നെയിം ആണ് പ്രസന്റേഷൻ 1, വേർഡിൻ്റേത് ഡോക്യുമെന്റ് 1, എക്സലിൻ്റേത് ബുക്ക് 1. നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞേ? ഇൻഡിവിജ്വൽ പേജസിൻ്റെ പ്രസൻറ്റേഷൻ എന്താണ്? അത് സ്ലൈഡ് ആണെന്ന് പറഞ്ഞു. വേർഡിലാണെങ്കിൽ നമ്മൾ പേജ് എന്നാണ് പറയുക. എക്സലിലാണെങ്കിലോ ഇൻഡിവിജ്വൽ പേജസിന് എക്സൽ എന്നാണെങ്കിലോ ക്വസ്റ്റ്യനിൽ അതെന്താണ്? ഷീറ്റാണ്. ക്ലിയർ? ഈ 4 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഡീഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ് പവർ പോയിന്റിൽ എത്രയാണ്? ഒരെണ്ണാണ് ഡീഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. വേർഡിൽ എത്രയാണ് ഡീഫോൾട്ട് നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത്? 1 തന്നെയാണ്. സ്റ്റേറ്റസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പേജ് 1 എന്നുള്ളത് കാണും. ഇനി അതേപോലെ തന്നെ എന്താണ്? എക്സലിലോ 3 ആണ് ഡീഫോൾട്ട് നമ്പർ ഓഫ് ഷീറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നുള്ളത് വർക്ക് ബുക്ക് ടാബിനകത്ത് താഴെ കാണാം, ഷീറ്റ് ടാബിനകത്ത്. സോ ഈ 5 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കട്ടാവുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ സമയത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 5 പോയിന്റുകളും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും പഠിച്ചു വെക്കുക. പവർ പോയിന്റിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സസ് ആണ് ഇനി ഉണ്ടാവുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. സോ ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു. ഈ എല്ലാ ക്ലാസ്സുകളും തന്നെ ട്രേഡ്സ്മാൻ എക്സാമിനും ടൈപ്പിസ്റ്റ് എക്സാമിനും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ കൂടുതൽ ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിൻ്റെ പുറകിലുള്ള ക്ലാസ്സസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.